മണക്കാട് കാഞ്ഞിരമ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ശിലയിൽ തീർത്ത ഗണപതി വിഗ്രഹം കാണപ്പെട്ടു. മണക്കാട് കഴിഞ്ഞ ദിവസം 5 മണിയോടെ കാഞ്ഞിരമ്പാറ ചൊവ്വേലിൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ പുരയിടത്തിലാണ് വിഗ്രഹം കാണപ്പെട്ടത്. ഗണപതിയുടെ ശിലാവിഗ്രഹത്തിന് ഏകദേശം 2.5 അടിയോളം ഉയരമുണ്ട്. വിവരമറിഞ്ഞ് CI സജി മാർക്കോസ്, SI ബിജു എന്നിവർ സ്ഥലത്തെത്തി വിഗ്രഹം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിനോട് നാട്ടുകാർ വിയോജിച്ചു. വിഗ്രഹം എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ദേവപ്രശ്നത്തിലൂടെ മാത്രമേ നിശ്ചയിക്കാവൂ എന്ന് VHP നേതാവ് R ബാബു പറഞ്ഞു. ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇപ്പം ഈ ക്ഷേത്രവുമായി ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇവിടെ വന്ന് വീഴില്ല. അപ്പോൾ അത് മോഷ്ടിച്ച സാധനമാണോ എന്ത് സാധനമാണോ ഇവിടെ വന്ന് വീണത്, എന്തായാലും ഈ സ്ഥലത്തിന്റെ പാവനത കൊണ്ടോ അല്ലെങ്കിൽ ഈ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ആയിരിക്കും ഇവിടെ വന്നത്. അതുകൊണ്ട് അത് ദേവഹിതം നോക്കിയതിന് ശേഷം എന്താണ് ഇപ്പം നാളെ ജ്യോതിഷംകാർ വന്ന് ദേവഹിതം നോക്കുന്ന സമയത്ത് ഈ ദേവൻ ഇവിടെ അല്ല ഇരിക്കേണ്ടത്, വേറെ സ്ഥലത്താണ് ഇരിക്കേണ്ടത്, അതിൻ്റെ യഥാർത്ഥ ആളിനെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് വീണെങ്കിൽ അതങ്ങനെ കണ്ടോട്ടെ. അതല്ല ഇവിടെ തന്നെയാണ് ഇതിൻ്റെ സ്ഥാനം എന്നുള്ള നിലയിൽ എങ്ങനെയാണെന്ന് വരുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ചിന്തിക്കേണ്ടി വരും. ഏതാണോ വരുന്നത് അതനുസരിച്ച് ചിന്തിക്കാം. ഇത് നിയമ നടപടികളോ പോലീസ് കൊണ്ടുപോകും. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഇത് അവിടെ കൊണ്ടുവന്ന് വെച്ച് മൂലയ്ക്ക് വെച്ച് പൊടി പിടിക്കും. ചിലപ്പോൾ യഥാർത്ഥ ആൾ ഇതിൻ്റെ രംഗത്ത് വരില്ല. അതങ്ങനെ അധിക്ഷേപിക്കപ്പെട്ട് ഒരു വിഗ്രഹം അധിക്ഷേപിക്കപ്പെട്ട് കിടക്കാൻ ഒരിക്കലും ഒരു ഹിന്ദു സിസ്റ്റം അനുസരിച്ച്, ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഒരിക്കലും സാധിക്കില്ല. കണ്ട സ്ഥലം എവിടെയാണോ അതിപ്പം തൽക്കാലം അത് അവിടെ തന്നെ വെച്ചിട്ട് ഒരു ലൈറ്റും ഒക്കെ ഇട്ട് തൽക്കാലം അത് നോക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അല്ല ഇവിടുന്ന് ഒരു മാറ്റേണ്ട സ്ഥിതി ദേവഹിതം അനുസരിച്ചേ മാറ്റാവൂ. നാട്ടുകാരുടെ തീരുമാനപ്രകാരം വിഗ്രഹം മുല്ലക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് മാറ്റി. തുടർന്ന് നടന്ന പ്രശ്നവിധിയിൽ വിഗ്രഹം ക്ഷേത്രത്തിൽ നിലനിർത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ക്ഷേത്ര സേവാ സമിതി ഭാരവാഹികളായ EAP മുകുന്ദൻ, VR പങ്കജാക്ഷൻ, പത്മകുമാർ തുടങ്ങിയവർ പറഞ്ഞു. ഈ ഗണപതി വിഗ്രഹത്തിന്റെ ചൈതന്യ ശക്തിയാണെന്ന് തോന്നുന്നു. ആ വിഗ്രഹം ആ ചെടിയിൽ നിന്നെടുത്ത് ഈ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിക്കാം, സൂക്ഷിക്കാമെന്നുള്ള ഉദ്ദേശത്തോട് രാത്രി തന്നെ ഇവിടെ കൊണ്ടുവരികയും രാത്രി തന്നെ അറിവുള്ള ആളുകളുടെ ശാസ്ത്രപ്രകാരം നിലവിളക്ക് കത്തിച്ച് വെച്ച് ഒരു മാലയിട്ട് ഭഗവാനെ ഇവിടെ സ്വീകരിച്ചു. ഇന്ന് രാവിലെ ഈ ക്ഷേത്രത്തിൽ പണിയുന്ന ദേവിക്ക് പണിയുന്ന നടപ്പന്തലിൻ്റെ സ്ഥാനം നിശ്ചയിക്കാമെന്ന ആളും ഒപ്പം തന്നെ 1-2 പ്രശ്നം വയ്ക്കുവാൻ വിദഗ്ധരായ ആളുകളും ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. ഇവിടെ നടത്തിയ ഒറ്റ പ്രശ്നത്തിൽ ഇത് ഭയങ്കരമായ ചൈതന്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നത് ഗണപതി വിഗ്രഹമാണെന്നും ഏതോ വസ്തുപരമായ തർക്കത്തിൻ്റെ പുറത്ത് അവർ ഉപേക്ഷിച്ചതാണെന്നും ഏതായാലും അതിലെ ചൈതന്യം മുഴുവനായി ഉൾക്കൊണ്ട് നിൽക്കുകയും ഈ ക്ഷേത്ര പുരയിടത്തിൻ്റെ സമീപം തന്നെ അതിന് ഒരാസ്ഥാനം ഒരുക്കുകയാണ് ഉചിതമെന്ന് പറയുകയുണ്ടായി. അതനുസരിച്ച് നമ്മൾ പ്രശ്നവിചാരം ചെയ്തതനുസരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ തെക്കുവശം ക്ഷേത്രപുരയിടത്തിൽ തന്നെ ഒരു ശ്രീകോവിൽ നിർമ്മിക്കുന്നതിനും ഗണപതി ഭഗവാന് സ്വന്തമായ ഒരു ആസ്ഥാനം വേണമെന്ന് പ്രസംഗിക്കേണ്ടതുണ്ട്. ഉപദേവാസ്ഥാനം പോരാന്നുകൊണ്ട് സ്വതന്ത്രമായ ഒരു ആസ്ഥാനം ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു.